റേ ക്രോക്ക് ഒരു മിൽക്ക് ഷേക്ക് മെഷീൻ വിൽപ്പനക്കാരനായിരുന്നു. മധ്യവയസ്സ് പിന്നിട്ട് എന്നാൽ കീഴടങ്ങാൻ അറിയാത്ത മനസ്സുള്ള ഒരാൾ. 1954 ജോലിയുടെ ഭാഗമായി യാത്ര ചെയ്യുന്നതിന്റെ ഇടയിൽ അദ്ദേഹം തന്റെ കാർ ഓടിച്ച് കാലിഫോർണിയയിലെ ഒരു ഫുഡ് സ്റ്റാളിലെത്തി. 2 സഹോദരങ്ങൾ നടത്തുന്ന ഒരു ചെറിയ സ്റ്റാൾ. ബർഗറുകൾ ചൂടോടെ, ഫ്രൈസ് ക്രിസ്പായി, വളരെ അടുക്കോടെയും ചിട്ടയോടെയും കൃത്യമായ ആസൂത്രണത്തോടെയും എല്ലാം ഒരു എണ്ണയിട്ട യന്ത്രം പോലെ കൃത്യമായി നടക്കുന്നവരിടം. ഉപഭോക്താക്കൾ നിരയായി നിന്ന് പാഴ്സലുകൾ മേടിച്ചു പോകുന്ന കാഴ്ചയും കൗണ്ടറുകളിൽ പതിയുന്ന സൂര്യപ്രകാശവും ബർഗറും കാപ്പിയും അത് കണ്ടും അനുഭവിച്ചും റേ ക്രോക്ക് കുറച്ചു സമയമിരുന്നു. ക്രോക്ക് റെസ്റ്റോറന്റ് സന്ദർശിച്ചു. അവരുടെ സ്പീഡി സർവീസ് സിസ്റ്റം, ബർഗറുകൾ, ഫ്രൈകൾ, ഷേക്കുകൾ എന്നിവ കൈകാര്യം ചെയ്യുന്നതിലുള്ള കാര്യക്ഷമതയും വേഗവും അദ്ദേഹത്തിൽ മതിപ്പുളവാക്കി. എന്നാൽ തങ്ങളുടെ ചെറിയ സംരംഭത്തിൽ അത് നടത്തിയിരുന്ന സഹോദരങ്ങൾ തൃപ്തരായിരുന്നു. റേ ക്രോക്ക് പക്ഷേ സാധ്യതകളുടെ ഒരു പുതിയ ലോകം അവിടെ കണ്ടു. സഹോദരങ്ങളുടെ മുന്നിൽ അദ്ദേഹം തന്റെ പുതിയ ആശയം അവതരിപ്പിച്ചു. രാജ്യവ്യാപകമായി അവരുടെ സിസ്റ്റം ഫ്രാഞ്ചൈസി ചെയ്യാൻ അനുവദിക്കാൻ ക്രോക്ക് സഹോദരന്മാരെ ബോധ്യപ്പെടുത്തി. വിപുലീകരണം കൈകാര്യം ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്തു. 1955 അദ്ദേഹം അവരുടെ ഫ്രാഞ്ചൈസി ഏജന്റായി മാറി. ഇല്ലിനോയ്സിൽ തന്റെ ആദ്യത്തെ ഫ്രാഞ്ചൈസി തുറന്നു. സഹോദരങ്ങൾക്ക് മൊത്ത വിൽപ്പനയുടെ ഒരു ചെറിയ ശതമാനം ലഭിച്ചു. അതേസമയം ക്രോക്ക് അപകടസാധ്യതയും ഉത്തരവാദിത്തവും ഏറ്റെടുത്തു. 52-ാം വയസ്സിൽ പലരും വേഗം കുറയ്ക്കുമ്പോൾ അദ്ദേഹം തന്റെ പുതിയ ബിസിനസ് പ്ലാനുമായി ഇറങ്ങി. വീടുൾപ്പെടെ പണയം വെച്ചു, കടം വാങ്ങി, വില കുറഞ്ഞ മോട്ടലുകളിൽ ഉറങ്ങി, അടഞ്ഞുപോയ വാതിലുകളിൽ വീണ്ടും വീണ്ടും മുട്ടി. അദ്ദേഹത്തിന്റെ വിശ്വാസം ഒരേ പോലത്തിലായിരുന്നു. ചിക്കാഗോയിലായാലും സന്ധ്യാസമയത്തെ ഒരു ചെറു പട്ടണത്തിലായാലും ഒരേ ബർഗർ, ഒരേ പുഞ്ചിരി, ഒരേ വേഗം. അദ്ദേഹം എല്ലാ റെസ്റ്റോറന്റുകൾക്കും കർശനവും ഏകീകൃതവുമായ മാനദണ്ഡങ്ങൾ വികസിപ്പിച്ചെടുത്തു. സ്ഥിരത ഉറപ്പാക്കാൻ പിന്നീട് ഹാംബർഗർ യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന ഒരു പ്രോഗ്രാമിൽ ഫ്രാഞ്ചൈസികൾക്ക് പരിശീലനം നൽകി. ഭക്ഷണം വിൽക്കുന്നതിനൊപ്പം തന്നെ തന്ത്രപരമായി ബിസിനസ് ഒരു റിയൽ എസ്റ്റേറ്റ് സംരംഭത്തിലേക്ക് കൂടി മാറ്റി. ഗുണനിലവാരം നിയന്ത്രിക്കുന്നതിനും വാടക സൃഷ്ടിക്കുന്നതിനുമായി ഫ്രാഞ്ചൈസികൾക്കായി സ്ഥലം വാങ്ങുന്നത് ബിസിനസ് കൂടുതൽ ലാഭകരമാക്കി. പിന്നെയും കൂടുതൽ ശക്തിയായി മുന്നോട്ട് നീങ്ങി. അവസാനം മെക്ഡൊണാൾഡ്സിന്റെ സ്വർണ്ണ വളയങ്ങൾ ലോകമെമ്പാടും ഉയർന്നു. ഇന്നത് ബില്യണുകൾ വിലയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഫാസ്റ്റ് ഫുഡ് ബ്രാൻഡാണ്. റേ ക്രോക്ക് ഭക്ഷണം മാത്രമല്ല വിറ്റത്, പരിചിതത്വവും ആശ്വാസവും വഴിയിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് തിരിച്ചറിയാവുന്ന ഒരു വാഗ്ദാനവുമായിരുന്നു.